ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു സാരി ഡ്രേപ്പിംഗ് വീഡിയോ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫാൻസി സാരിയൊക്കെ കൊടുക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. സോ ഫാൻസി സാരി എങ്ങനെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഡ്രേപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. സോ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഈ ഒരു റെഡ് സാരിയാണ് ഡ്രേപ്പ് ചെയ്യുന്നത്. നമുക്കറിയാം എല്ലാവരുടെയും ഫേവറേറ്റ് കളറാണ് റെഡ്. റെഡിലെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു സാരിയാണ്. ഇനിയിപ്പോൾ ഈ ഒരു നെറ്റ് സാരി ആയതുകൊണ്ട് തന്നെ ബ്ലൗസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു നെറ്റ് വെച്ചിട്ടാണ്. നമുക്ക് എപ്പോഴും ഒരു ഫാൻസി സാരിക്ക് ബാക്ക് ഓപ്പൺ ബ്ലൗസ് ആയിരിക്കും നല്ല ഭംഗിയായിട്ട് നമുക്ക് സെക്യൂർ ആയിട്ട് ഇരിക്കുന്നത്. കാരണം ബാക്ക് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് സാരി കട്ടി കുറവാണെങ്കിലും ഫ്രണ്ട് നല്ല ബോറില്ലാതെ നല്ല സ്റ്റൈലിഷ് ആയിട്ടിരിക്കാൻ പറ്റും. ഈ ഒരു ടൈപ്പ് ബ്ലൗസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രിപ്പ് ഇല്ലാത്ത ബ്രേസിയർ യൂസ് ചെയ്യുന്നതാണ് നല്ല ഭംഗി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി സാരി ഡ്രേപ്പിംഗ് ചെയ്താലോ. ഫസ്റ്റ് അപ്പോൾ നമ്മൾ നോർമൽ സാരി ഡ്രേപ്പിംഗ് പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ഹൈറ്റ് അനുസരിച്ച് സാരി ഡ്രേപ്പ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് എത്ര പോർഷൻ ആണോ നമ്മുടെ തോൾ ഭാഗത്ത് വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് നമുക്ക് പ്ലീറ്റ്സ് പിടിച്ച് ഷോൾഡറിലോട്ട് വയ്ക്കാവേ. നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏത് വീതിയിലാണോ പ്ലീറ്റ്സ് ആവശ്യം ആ രീതിയിൽ തന്നെ പിടിച്ച് സെക്യൂർ ആക്കാം. ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ വെച്ച് പിടിക്കാൻ പറ്റുന്നവർ കയ്യിൽ വെച്ച് പിടിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ഡോറിൽ വെച്ചോ മേശയുടെ ഡ്രോയറിൽ സെറ്റ് ചെയ്തിട്ടോ നല്ല നീറ്റായിട്ട് ഒന്ന് പ്ലീറ്റ്സ് പിടിക്കുക. ഞാൻ ഡ്രേപ്പ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സ്റ്റൈലിലാണ്. സോ ഇവിടെ ഞാൻ കുറച്ച് പോർഷൻ ഇങ്ങനെ ലൂസാക്കി ഇട്ടിട്ടുണ്ട്. ഇത്രയും പോർഷൻ ഇങ്ങനെ ലൂസാക്കി ഇട്ടിട്ടുണ്ട്. ലൂസാക്കി ഇട്ടതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഹിപ്പ് റീജിയനിൽ ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഫാൻസി സാരി ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്ലീറ്റ്സ് പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് നോർമലി നമ്മൾ പ്ലീറ്റ്സ് പിടിക്കുക. നമ്മൾ പ്ലീറ്റ്സ് പിടിക്കുന്നതിന് മുന്നേ അയൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സോ നോർമൽ പ്ലീറ്റ്സ് എടുത്ത് ഹിപ്പിലോട്ട് ടക്കിൻ ചെയ്യുക. നമ്മൾ എപ്പോഴും മേളിലെ പ്ലീറ്റ്സ് അടുക്കി എടുത്തതിന് ശേഷം ജസ്റ്റ് ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താഴോട്ട് പിടിക്കാൻ നല്ല എളുപ്പമായിരിക്കും. സോ നമുക്കിവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാവേ. ഇനി നമുക്ക് ഈ ഭാഗം ജസ്റ്റ് ഒന്ന് വലിച്ചു കുത്തുക. ഈ പ്ലീറ്റ്സ് പൊക്കിയതിന് ശേഷം ഒന്ന് ടൈറ്റാക്കി ചെയ്താൽ മതി. ഇവിടെ ഒത്തിരി ഞൊറികൾ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഹിപ്പിൻ്റെ ഉള്ളിലോട്ട് ടക്കിൻ ചെയ്യാം. ഇനി നമുക്ക് ഫ്രണ്ടിലെ പ്ലീറ്റ്സ് ജസ്റ്റ് ഒന്ന് അടുക്കി പിടിക്കണം. ഇനി ഈ പ്ലീറ്റ്സ് മാറിപ്പോകാതിരിക്കാൻ നമുക്ക് ഫസ്റ്റ് പ്ലീറ്റ്സ് ജസ്റ്റ് ഒന്ന് മാറ്റിയതിന് ശേഷം ഒരു പിൻ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ആ പ്ലീറ്റ്സ് നല്ല ഭംഗിയായിട്ട്
നിൽക്കും. ഇനി ഇതേ നമ്മുടെ ഈ ഹിപ്പ് റീജിയനില്ലേ, ഇവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ ഉയർത്തിയെടുത്തിട്ട് ഈ പോർഷൻ നമ്മുടെ ഈ പൊക്കിളിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്ന് ജസ്റ്റ് ഒരു പിൻ ചെയ്യാവേ. ഫാൻസി സാരി നമുക്ക് ഫങ്ഷനൊക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇത്. നമുക്കിനി ജസ്റ്റ് ഒരു ഫുൾ ലുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് നല്ല മോഡേൺ ആയിട്ടൊക്കെ സാരി ഡ്രേപ്പ് ചെയ്യുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡ്രേപ്പിംഗ് ആണിത്. നമ്മളൊക്കെ പലരും ഫാൻസി സാരി മേടിച്ചിട്ട് എപ്പോഴും ഒരേ സ്റ്റൈലിൽ ഡ്രേപ്പിംഗ് അല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഫങ്ഷനൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡ്രേപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സാരി ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു മോഡേൺ ലുക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്കിനി അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം. ബൈ ബൈ.